നേർവേദി പ്രഭാഷണ പരമ്പരയിലേക്ക് ഏവർക്കും സ്വാഗതം. സുവിശേഷകൻ കുഞ്ഞുമോൻ തോട്ടപ്പള്ളി ഇപ്പോൾ നിങ്ങളുമായി ദൈവവചനം പങ്കുവെക്കുന്നു. ശ്രദ്ധിച്ചാലും. യെഹെസ്കേൽ പ്രവചനം 21 അധ്യായം. ഞാൻ വായിക്കുന്നത് ശ്രദ്ധിച്ചാലും. യഹോവയുടെ അരുളപ്പാട് എനിക്കുണ്ടായതെന്തെന്നാൽ, മനുഷ്യപുത്ര, നിന്റെ മുഖം യെരൂശലേമിന് നേരെ തിരിച്ച് വിശുദ്ധ മന്ദിരത്തിന് വിരോധമായി പ്രസംഗിച്ച് ഇസ്രായേൽ ദേശത്തിന് വിരോധമായി പ്രവചിച്ച ഇസ്രായേൽ ദേശത്തോട് പറയേണ്ടത്, യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു: ഞാൻ നിന്റെ നേരെ പുറപ്പെട്ട് എൻ്റെ വാൾ ഉറയിൽ നിന്നൂരി നീതിമാനെയും ദുഷ്ടനെയും നിന്നിൽ നിന്ന് ഛേദിച്ചു കളയും. ഞാൻ നീതിമാനെയും ദുഷ്ടനെയും നിന്നിൽ നിന്ന് ഛേദിച്ചു കളവാൻ പോകുന്നത് കൊണ്ട് തെക്ക് മുതൽ വടക്ക് വരെ സകല ജഡത്തിനും വിരോധമായി എൻ്റെ വാൾ ഉറയിൽ നിന്ന് പുറപ്പെടും. യഹോവയായി ഞാൻ എൻ്റെ വാൾ ഉറയിൽ നിന്ന് ഊരിയെന്ന് സകല ജഡവും അറിയും. അത് ഇനി മടങ്ങിപ്പോരുകയില്ല. നീയോ മനുഷ്യപുത്ര, നിന്റെ നടു ഒടികെ നെടുവീർപ്പിടുക. അവർ കാൺകെ കഠിനമായി നെടുവീർപ്പിടുക. എന്തിനു നെടുവീർപ്പിടുന്നു എന്നവർ നിന്നോട് ചോദിച്ചാൽ നീ ഉത്തരം പറയേണ്ടത്, ഒരു വർത്തമാന നിമിത്തം തന്നെ അത് സംഭവിക്കുമ്പോൾ സകല ഹൃദയവും ഉരുകിപ്പോകും, എല്ലാ കൈകളും കുഴഞ്ഞു പോകും, ഏതു മനസ്സും കലങ്ങിപ്പോകും, എല്ലാ മുഴങ്കാലും വെള്ളം പോലെ ഒഴുകിപ്പോകും. അത് വന്നുകഴിഞ്ഞു എന്ന് യഹോവയായ കർത്താവിൻ്റെ അരുളപ്പാട്. യഹോവയുടെ അരുളപ്പാട് എനിക്കുണ്ടായത് എന്തെന്നാൽ, മനുഷ്യപുത്ര, നീ പ്രവചിച്ച് പറയേണ്ടത്, യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു: ഒരു വാൾ അത് മൂർച്ച കൂട്ടി മിനുക്കിയിരിക്കുന്നു എന്ന് പറക. കൊല നടത്തുവാൻ അതിന് മൂർച്ച കൂട്ടിയിരിക്കുന്നു, മിന്നുവാൻ തക്കവണ്ണം അതിനെ മിനുക്കിയിരിക്കുന്നു. അല്ലെങ്കിൽ നമുക്ക് സന്തോഷിക്കാമോ? അത് എൻ്റെ മകൻ്റെ ചെങ്കോലിനെയും സകല വൃക്ഷത്തെയും നിരസിക്കുന്നു. ഉപയോഗിപ്പാൻ തക്കവണ്ണം അവൻ അത് മിനുക്കുവാൻ കൊടുത്തിരിക്കുന്നു. കൊല്ലുന്നവന്റെ കയ്യിൽ കൊടുപ്പാൻ ഈ വാൾ മൂർച്ച കൂട്ടി മിനുക്കിയിരിക്കുന്നു. മനുഷ്യപുത്ര, നീ നിലവിളിച്ചു മുറയിടുക. അത് എൻ്റെ ജനത്തിന്മേലും ഇസ്രായേലിൻ്റെ സകല പ്രഭുക്കന്മാരുടെ മേലും വരും. അവർ എൻ്റെ ജനത്തോട് കൂടെ വാളിനേൽപ്പിക്കപ്പെട്ടവരാകുന്നു. ആകയാൽ നീ തുടയിലടിക്ക. അതൊരു പരീക്ഷയല്ലോ. എന്നാൽ നിരസിക്കുന്ന ചെങ്കോൽ തന്നെ ഇല്ലാതെ പോയാൽ എന്ത് എന്ന് കർത്താവിൻ്റെ അരുളപ്പാട്. നീയോ മനുഷ്യപുത്ര, പ്രവചിച്ച് കൈകൊട്ടുക. വാൾ നിഗതന്മാരുടെ വാൾ തന്നെ മുമ്മടങ്ങായി ഭവിക്കട്ടെ. നിഗതന്റെ വലിയ വാൾ അവയെ ചുറ്റുന്നു. അവരുടെ ഹൃദയം ഉരുകിപ്പോകേണ്ടതിനും അവരിൽ പട്ട് പോയവർ പെരുകേണ്ടതിനും ഞാൻ വാളിൻമുനിയെ അവരുടെ എല്ലാ വാതിലുകൾക്കും നേരെ വെച്ചിരിക്കുന്നു. അയ്യോ, അത് മിന്നൽ പോലെ ഇരിക്കുന്നു, അത് കൊലയ്ക്കായി ഊർപ്പിച്ചിരിക്കുന്നു. പുറകോട്ടോ ഇടത്തോട്ടോ വലത്തോട്ടോ നിന്റെ വായ്ത്തല ഇരിയുന്നിടത്തേക്ക് തന്നെ പുറപ്പെടുക. ഞാനും കൈകൊട്ടി എൻ്റെ ക്രോധത്തെ ശമിപ്പിക്കും. യഹോവയായ ഞാൻ അത് അരുളി ചെയ്തിരിക്കുന്നു. യഹോവയുടെ അരുളപ്പാട് എനിക്കുണ്ടായത് എന്തെന്നാ, മനുഷ്യപുത്ര, ബാബേൽ രാജാവിൻ്റെ വാൾ വരേണ്ടതിന് നീ 2 വഴി നിയമിക്കാം. രണ്ടും ഒരു ദേശത്തു നിന്ന് തന്നെ പുറപ്പെടണം. ഒരു കൈചൂണ്ടി ഉണ്ടാക്കി നഗരത്തിലേക്കുള്ള വഴിയുടെ തലയ്ക്കൽ നാട്ടുക. അങ്ങനെ വാൾ അമ്മോന്യരുടെ രബ്ബയിലും യഹൂദയിൽ ഉറപ്പുള്ള യെരൂശലേമിലും വരേണ്ടതിന് നീ വഴി നിയമിക്കാം. ബാബേൽ രാജാവ് ഇരുവഴിത്തലയ്ക്കൽ വഴിത്തിരിവിങ്കൽ തന്നെ പ്രശ്നം നോക്കുവാൻ നിൽക്കുന്നു. അവൻ തൻ്റെ അമ്പുകളെ കുലുക്കി കുലദേവന്മാരോട് ചോദിക്കുകയും കരൾ നോക്കുകയും ചെയ്യുന്നു. യന്ത്രമുട്ടികളെ വയ്ക്കേണ്ടതിനും വൻകണിക്കായി വായ് പിളർന്ന് ആർപ്പ് വിളിക്കേണ്ടതിനും വാതിലുകളുടെ നേരെ യന്ത്രമുട്ടികളെ വയ്ക്കേണ്ടതിനും വാട കോരി കൊത്തളം പണിയേണ്ടതിനും യെരൂശലേമിനെ കുറിച്ച് ഉള്ള പ്രശ്നം അവൻ്റെ വലങ്കയിൽ വന്നിരിക്കുന്നു. എന്നാൽ അതവർക്ക് വ്യാജലക്ഷണമായി തോന്നുന്നു. അവർ ആണ ഇടുവിച്ചിരിക്കുന്നു. എന്നാൽ അവർ പിടിപെടേണ്ടതിന് അവൻ അകൃത്യം ഓർപ്പിക്കുന്നു. അതുകൊണ്ട് യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു: നിങ്ങളുടെ സകല പ്രവൃത്തികളിലും നിങ്ങളുടെ പാപങ്ങൾ പ്രത്യക്ഷമാകത്തക്കവണ്ണം നിങ്ങളുടെ അതിക്രമങ്ങൾ വെളിപ്പെടുന്നതിനാൽ നിങ്ങൾ നിങ്ങളുടെ അകൃത്യം
ഓർമ്മിപ്പിച്ചിരിക്കുന്നതുകൊണ്ട് നിങ്ങളെയും ഓർത്തുമിരിക്കുന്നതുകൊണ്ടും നിങ്ങളെ കയ്യാൽ പിടിക്കും. നിഹതനും ദുഷ്ടനുമായി ഇസ്രായേലിന്റെ പ്രഭുവായുള്ളവേ, അന്ത്യാഗത്യത്തിന്റെ കാലത്ത് നിന്റെ നാൾ വന്നിരിക്കുന്നു. യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളിച്ചെയ്യുന്നു: ഞാൻ മകുടം നീക്കി കിരീടമെടുത്ത് കളയും. അത് അങ്ങനെ ഇരിക്കയില്ല. ഞാൻ താണതിനെ ഉയർത്തുകയും ഉയർന്നതിനെ താഴ്ത്തുകയും ചെയ്യും. ഞാൻ അതിന് ഉന്മൂലനാശം വരുത്തും. അതിന് അവകാശമുള്ളവൻ വരുവോളും അത് ഇല്ലാതെയിരിക്കും. അവന് ഞാനത് കൊടുക്കും. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. 21-ാം അധ്യായത്തിന്റെ പ്രസിദ്ധവാക്യമാണ് നാം അവസാനം വായിച്ചത്. 26-27. യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു: ഞാൻ മകുടം നീക്കി കിരീടമെടുത്ത് കളയും. അതങ്ങനെ ഇരിക്കയില്ല. ഞാൻ താണതിനെ ഉയർത്തുകയും ഉയർന്നതിനെ താഴ്ത്തുകയും ചെയ്യും. ഞാനതിന് ഉന്മൂലനാശം വരുത്തും. അതിന് അവകാശമുള്ളവൻ വരുവോളും അത് ഇല്ലാതെയിരിക്കും. അവന് ഞാനത് കൊടുക്കും. യെഹെസ്കേലിനോട് നെടുവീർപ്പിടുവാൻ ആവർത്തിച്ച് പറയുന്ന അധ്യായമാണിത്. എന്തുകൊണ്ട് ഇതുപോലെ നിലവിളിക്കുന്നുവെന്ന് ചോദിക്കുന്നവരോട് യഹോവയുടെ വാൾ അടുത്തിരിക്കുന്നുവെന്ന് പറയണമെന്ന് പറഞ്ഞു. ആ വാൾ യെരൂശലേമിനെ ഉന്മൂലനാശം വരുത്താനായിരുന്നു. ബാബേൽ രാജാവ് വന്ന് യെരൂശലേമിനെ നിരോധിക്കുകയും തോക്കുകളെ വാതിൽക്കൽ വെക്കുകയും ചെയ്യും. അത് യഹോവയുടെ വാളാണ്, അഥവാ യഹോവ അനുവദിച്ചതാണ്. 26-ാം വാക്യം: നിലവിലെ രാജാവിന്റെ മകുടം നീക്കി താണവനെ ഏൽപ്പിക്കും. ഏറെ താമസിയാതെ അവകാശമുള്ള മശിക വരുമെന്നാണ് 27-ാം വാക്യം. വാളിന് മൂർച്ച കൂട്ടുന്ന കാര്യം ഈ അധ്യായത്തിൽ ആവർത്തിക്കുന്നത് കാണാം. ദൈവം കൊടുത്ത ന്യായവിധികളെ കൊണ്ടൊന്നും അവർ പഠിച്ചില്ല. അതുകൊണ്ട് ഇതിനെ അന്ത്യാകൃത്യത്തിന്റെ കാലം എന്ന് ആവർത്തിച്ച് വിളിച്ചിരിക്കുകയാണ്. യെരൂശലേം ശവങ്ങളെ കൊണ്ട് നിറയുമെന്നാണ് പ്രവചനം. ഇനി മേലാൽ വ്യാജം പ്രവചിക്കുന്നവരും അത് കേൾക്കുന്നവരും ഉണ്ടാവില്ല. സത്യദൈവ പരിജ്ഞാനം ലഭിച്ച ഇസ്രായേലിന്റെ വിഗ്രഹാരാധന ദൈവത്തെ ഏറ്റവും ദുഃഖിപ്പിച്ചിരുന്നു. അതായിരുന്നു ഈ വാളിന്റെ, യുദ്ധത്തിന്റെ, ഈ ഉന്മൂലനാശത്തിന്റെ കാരണം. എന്നെ പകയ്ക്കുന്നവരിൽ പിതാക്കന്മാരുടെ അകൃത്യം 3-ാമത്തെയും 4-ാമത്തെയും തലമുറ വരെ മക്കളുടെ മേൽ വരുമെന്നാണ് 10 കൽപ്പനയിലുള്ളത്. പകയ്ക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? യേശു പറഞ്ഞു, 2 യജമാനന്മാരെ സേവിക്കാൻ ഒരുത്തനാവില്ല. ഒരുത്തനെ പകച്ച് മറ്റവനെ സേവിക്കും. ദൈവത്തെ പകയ്ക്കുന്നവർ പിശാചിനെ അല്ലെങ്കിൽ ദുർമന്ത്രവാദത്തെയാണ് സ്നേഹിക്കുന്നത്. ഇസ്രായേൽ യഹോവയെ, സത്യദൈവത്തെ, പരിശുദ്ധ ദൈവത്തെ, സ്നേഹവാനായ ദൈവത്തെ, സഹായകനായ ദൈവത്തെ, ബഹുമാനിച്ച ഉയർത്തിയ ദൈവത്തെ ഉപേക്ഷിച്ചിട്ട് അവര് ദുർമന്ത്രവാദത്തെ, അബദ്ധ ദൈവങ്ങളെ സ്വീകരിക്കുകയായിരുന്നു. അതുകൊണ്ടാണ് അവർക്കെതിരെ വാൾ വരുവാൻ ദൈവം ഇടയാക്കിയത്. അങ്ങനെ ഒരു ഉന്മൂലനാശത്താൽ ഇസ്രായേല് പാഠം പഠിക്കട്ടെ എന്ന് ദൈവം തീരുമാനിച്ചു. പ്രിയപ്പെട്ടവരെ, ദൈവം സ്നേഹമുള്ള പിതാവാണ് എങ്കിലും ബാലശിക്ഷ നൽകുന്നവനാണെന്നാണ് പുതിയ നിയമവും പറയുന്നത്. അതുകൊണ്ട് ദൈവത്തെ ആത്മാർത്ഥമായി ഹൃദയപൂർവ്വം സ്നേഹിക്കുവാൻ, അനുസരിക്കാൻ, ആരാധിക്കാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. കർത്താവിൻ്റെ വലിയ നാമം ഇന്നു വന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ.